ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ രീതിയിലൊരു ചിക്കൻ കറിയാവാം. തേങ്ങാ കൊത്തൊക്കെ ഇട്ട് എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു 3/4 കിലോ ചിക്കനാണ്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ. ചിക്കൻ കറി വെക്കാൻ വേണ്ടി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ചത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. നമ്മുടെ സവാളയൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഇത്രയും വഴന്ന് ഈ ഒരു കളറാകുമ്പോൾ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധം ഉണ്ടായിട്ട് ഇടുന്നതല്ല. നമ്മളിങ്ങനെ കൊച്ചുള്ളി കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കറിക്ക് നല്ലൊരു സ്വാദുണ്ടാവും. അതുകൊണ്ടാണ്. ഇല്ലെന്ന് വെച്ചാൽ ഇടണ്ട കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. നന്നായിട്ട് വഴറ്റാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും നാരങ്ങ നീരും പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലായിടത്തും ഗ്രേവിയൊക്കെ ആകും പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കണം. നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണമായിരുന്നു. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിൽ ഇട്ടിരുന്നു. അതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അത് മിസ്സായി. നമ്മളിവിടെ ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ ലേശം തേങ്ങാക്കൊത്തൊക്കെ അങ്ങനെ ഇടും. ഒന്ന് കടിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമിട്ടില്ലെങ്കിൽ ഇടണ്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ട് വേണേൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ചാറ് എത്ര വേണോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിക്കായിട്ടാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട.
ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. ഞാനിനി കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും പുതിനയിലയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകരുതേ. താങ്ക് യു.